CPM അധ്യാപക സംഘടനാ നേതാവ് ഡോക്ടർ എസ് നസീബിന്റെ അസോസിയേറ്റ് പ്രൊഫസർ സ്ഥാനക്കയറ്റം ഗവർണർ റദ്ദാക്കി. സ്ഥാനക്കയറ്റം നൽകിയ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനമാണ് റദ്ദാക്കിയത്. സ്ഥാനക്കയറ്റം UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വിവരങ്ങൾ വിജിൻ വായന്തോട് നൽകും. വിജിൻ, എന്താണ് ഗവർണർ ഈ നടപടി സ്വീകരിക്കാനുണ്ടായ കാരണം? അജി, എന്തായാലും ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഏറെ വിവാദമായ ഒരു പ്രൊമോഷനായിരുന്നു നസീബിന് നൽകിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉൾപ്പെടെ നിരവധി ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഒന്നുകൂടി പുനരാലോചിക്കാനും ഒപ്പം തന്നെ ഈ കരാർ കാലാവധി കൂടി പ്രൊമോഷനുള്ള ഒരു കാലാവധിയായി കൂടി പരിഗണിക്കണം എന്നുള്ള ആവശ്യം ഉൾപ്പെടെയാണ് സിൻഡിക്കേറ്റ് മുന്നോട്ട് വെച്ചത്. അതുമായി ബന്ധപ്പെട്ടാണ് ആ കാലാവധി കൂടി ചൂണ്ടിക്കാട്ടി അതുകൂടി എക്സ്പീരിയൻസ് ആയി കണക്കാക്കിക്കൊണ്ടാണ് അസോസിയേറ്റ് പ്രൊഫസറായി ഈ നസീബിന് നിയമനം നൽകിയിരുന്നത്. എന്നാൽ ഇത് പുനഃപരിശോധിക്കണം ആവശ്യപ്പെട്ടാണ് ഗവർണർക്ക് യൂണിവേഴ്സിറ്റി സംരക്ഷണ സമിതി ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തത്. അതിനുശേഷം ഈ തീരുമാനം പുനഃപരിശോധിക്കാനായി ഗവർണർ സിൻഡിക്കേറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ 5-ാം തീയതി ചേർന്ന സിൻഡിക്കേറ്റ് യോഗം എന്നാൽ ഗവർണറുടെ വിശദീകരണം തള്ളാനുള്ള തീരുമാനമാണ് എടുത്തത്. അതിനുശേഷം നസീബ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഗവർണർക്ക് ഉചിതമായ തീരുമാനം ഇക്കാര്യത്തിൽ കൈക്കൊള്ളാം എന്ന നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇയാളുടെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം ഗവർണറുടെ ഭാഗത്ത് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഗവർണർ ഈ നിയമനം റദ്ദാക്കിക്കൊണ്ട് വിശദീകരിക്കുന്നത് ഇത്തരത്തിൽ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന വിവിധ പ്രൊഫസർമാരുടെ കാര്യത്തിലും ഒരുപക്ഷെ ഇത്തരം തീരുമാനത്തിലേക്ക് പോകാൻ ഈ നടപടി കാരണമാകും. അതുകൊണ്ട് അങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന വിശദീകരണത്തോടെയാണ് നിലവിൽ ഇപ്പോൾ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം റദ്ദാക്കിയിരിക്കുന്നത്.